വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോ ഇഡിയംസിനെ കുറിച്ചുള്ളതാണ്. ഇഡിയംസിൽ തന്നെ ഒരു വീഡിയോ ഇതിനു മുമ്പുണ്ട്, പാർട്ട് 1. ഇത് പാർട്ട് 2 ആണ്. ഇതിലൂടെയും കുറച്ച് ഇഡിയംസ് നമുക്ക് മനസ്സിലാക്കാം. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ആയാലും നമുക്ക് ഉപയോഗപ്രദമാണ്. നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇഡിയംസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശൈലികൾ എന്ന് പറയും. An idiom is an expression in English language that has a special meaning of its own. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലത്തെ ഒരു എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ. ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ മീനിങ് ആണ് ഇഡിയത്തിനുള്ളതെന്ന് മനസ്സിലാക്കുക. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അത് വിത്ത് മീനിങ്, പക്ഷെ അതിനൊരു സ്പെഷ്യൽ മീനിങ് ആണുള്ളത്. ആ ഇഡിയത്തിലത്തെ ഓരോ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെയും അർത്ഥം നോക്കിക്കൊണ്ട് നമുക്ക് ആ ഇഡിയത്തിന്റെ അർത്ഥം നമുക്ക് കിട്ടില്ല. ആ ഇഡിയത്തിന് അതിൻ്റെതായ ഒരു സ്പെഷ്യൽ മീനിങ് ആണുള്ളത്. ഇഡിയംസ്. എ കാൽക്കുലേറ്റഡ് റിസ്ക്, അതൊരു ഇഡിയമാണ്. കാൽക്കുലേറ്റഡ് റിസ്ക്, അതായത് റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. എന്താണ് അതിന്റെ മീനിങ്? എ വെൽ പ്ലാൻഡ് അഡ്വഞ്ചർ. എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അഡ്വഞ്ചർ, അതായത് നമ്മൾ വെൽ പ്ലാൻഡ് ചെയ്തിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഒക്കെ നമുക്ക് അത്ര ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും വരുത്തില്ല. കാരണം നമ്മൾക്ക് അതിന്റെ എല്ലാ വശവും മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനെ നമ്മൾ വെൽ പ്ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുന്നത് അതിന്റെ റിസ്ക്, അതിന് ആ ഒരു കാര്യത്തിൽ റിസ്ക് ഉണ്ട് നമുക്ക് അറിഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ ന്യൂ ഏരിയാസ് ഓഫ് ബിസിനസ് ഈസ് എ കാൽക്കുലേറ്റഡ് റിസ്ക്. ഇപ്പൊ ന്യൂ ഏരിയ ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അറിയില്ല അത് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന്, അതിന്റെ ഔട്ട്കം എന്തായിരിക്കുമെന്ന്. പക്ഷെ നമ്മൾ അപ്പോഴും അവിടെ ഒരു റിസ്ക് എടുക്കുകയാണ്. ബട്ട് ദാറ്റ് റിസ്ക് ഈസ് കാൽക്കുലേറ്റഡ് വൺ. എ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് വെച്ചാൽ എ വെൽ പ്ലാൻഡ് അഡ്വഞ്ചർ. അപ്പൊ നമ്മളോട് പ്ലാൻ എയും ബിയും സി ഒക്കെ വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ ഇല്ല. റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ ചാൻസ് ടു സക്സീഡ്, ജയിക്കാനുള്ള അവസരം. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു വർഷം പഠിപ്പിച്ചു, ഒരു മോഡൽ എക്സാം നടന്നു, അതിലൊരു മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക്, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടീൻ്റെ അടുത്ത് ടീച്ചർ പറയാണ്, യുവർ പെർഫോമൻസ് വാസ് ഗുഡ് ബട്ട് ദർ ഈസ് സ്റ്റിൽ റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. നീ നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി, ഇറ്റ്സ് ഗുഡ്, ബട്ട് ഐ നോ യുവർ കാപ്പബിലിറ്റി, സോ ദർ ഈസ് സ്റ്റിൽ റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. നിനക്ക് ഇനിയും നല്ല മാർക്ക്, ഇതിലും നല്ല മാർക്ക് മേടിക്കാൻ നിനക്ക് പറ്റും. സോ സ്റ്റിൽ ദർ ഈസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്, സോ യൂസ് ഇറ്റ് നെക്സ്റ്റ് ടൈം. അങ്ങനെ പറയുകയെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഇംപ്രൂവ്മെന്റിന് ഇനിയും ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദർ ഈസ് സ്റ്റിൽ റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. നെക്സ്റ്റ് ടൈം ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഇംപ്രൂവ് യുവർ മാർക്സ്. അതിപ്പോ ഈ കാര്യത്തിൽ മാത്രമല്ല, മാർക്കിന്റെ കാര്യത്തിലോ എക്സാമിന്റെ കാര്യത്തിലോ അല്ല, ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ആർക്കും റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതിനുപയോഗിക്കുന്നവരും ഉണ്ട്. ഫ്ലൈയിങ് ഹൈ. എന്താണ് ഫ്ലൈയിങ് ഹൈ? അതാണ് ഒരു ഇഡിയം. അതിന്റെ മീനിങ് വെരി സക്സസ്ഫുൾ. ആഫ്റ്റർ ഗെറ്റിംഗ് ദ പ്രമോഷൻ ഷീ ഈസ് ഫ്ലൈയിങ് ഹൈ. ആ പ്രമോഷൻ കിട്ടിയതിന് ശേഷം ഷീ ഈസ് ഫ്ലൈയിങ് ഹൈ. ആഫ്റ്റർ വിന്നിംഗ് ദ ക്രിക്കറ്റ് മാച്ച് ഹീ ഈസ് ഫ്ലൈയിങ് ഹൈ. ക്രിക്കറ്റ് മാച്ച് ജയിച്ചതിന് ശേഷം ഹീ ഈസ് ഫ്ലൈയിങ് ഹൈ. അവനിപ്പോൾ എവിടെയോ ആണ്, വെരി സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയാണ്. അതാണ് ഈ ഫ്ലൈയിങ് ഹൈ എന്ന് വെച്ചാൽ വെരി സക്സസ്ഫുൾ. മൈൻഡ് യുവർ വേർഡ്സ്, ഇതൊരു ഇഡിയം. മൈൻഡ് യുവർ വേർഡ്സ് എന്താണ് അതിന്റെ അർത്ഥം? ടേക്ക് കെയർ ഓഫ് വാട്ട് യു ആർ ടോക്കിംഗ്. അതാണ് അതിന്റെ അർത്ഥം. ടേക്ക് കെയർ ഓഫ് വാട്ട് യു ആർ ടോക്കിംഗ്. നീ എന്താണ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ള അർത്ഥമാണ്. മൈൻഡ് യുവർ വേർഡ്സ് വെൻ യു ആർ ടോക്കിംഗ് ടു എൽഡേഴ്സ്. ഇതെപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്കൊക്കെ തന്നെ. മൈൻഡ് യുവർ വേർഡ്സ് വെൻ യു ആർ ടോക്കിംഗ് ടു എൽഡേഴ്സ്. എൽഡേഴ്സിനടുത്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. ഒരു കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കണ പോലെയല്ല. വി ഹാവ് ടു റെസ്പെക്ട് ദം. അപ്പം മൈൻഡ് യുവർ വേർഡ്സ് എന്ന് വെച്ചാൽ ടേക്ക് കെയർ ഓഫ് വാട്ട് യു ആർ ടോക്കിംഗ്. നമുക്കും അതുപോലെ ഉപയോഗപ്പെടുത്താവുന്നേ ഉള്ളൂ. ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ
പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്, ഐ ഡോണ്ട് ലൈക്ക് ദിസ് വേ ഓഫ് ടോക്കിംഗ് എന്നൊക്കെ പറയാം. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അപ്പം നമ്മളവിടെ പറയുക എന്നുള്ളത്. മൈൻഡ് യുവർ വേർഡ്സ്, വേർഡ്സ് ആർ പവർഫുൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ മൈൻഡ് യുവർ വേർഡ്സ്, ടേക്ക് കെയർ ഓഫ് വാട്ട് യു ആർ ടോക്കിംഗ്. കീപ് ദ ബോൾ റോളിംഗ്. എന്താണ് അതിന്റെ അർത്ഥം? ആ ഐഡിയത്തിന്റെ കണ്ടിന്യൂ ദ വർക്ക് വെൽ. വർക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കീപ് ദ ബോൾ റോളിംഗ്. ഒരു സ്ഥലത്ത് നിർത്താതെ ബോളിനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. കീപ് ഇറ്റ് അപ്പ് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ആരെങ്കിലും നല്ല മാർക്ക് വാങ്ങിച്ച് വിജയിക്കുക, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും നല്ല വിജയം നേടിയെടുത്ത് നമ്മൾ പറയുന്നതാണ് കൺഗ്രാറ്റുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ് എന്ന്. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് കീപ് ദ ബോൾ റോളിംഗ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ വിക്ടറി, കീപ് ദ ബോൾ റോളിംഗ് എന്ന് പറയാം. അതായത് ഇതേപോലെ തുടരട്ടെ എന്നർത്ഥം. എ ഗോൾഡൻ ഏജ്. ഗോൾഡൻ ഏജ് എന്ന് വെച്ചാൽ എന്താണ്? ബെസ്റ്റ് ടൈം. ബെസ്റ്റ് ടൈം. ചൈൽഡ്ഹുഡ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ദ ഗോൾഡൻ ഏജ് ഇൻ വൺസ് ലൈഫ്. സാധാരണയായിട്ട് ഗോൾഡൻ ഏജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ചൈൽഡ്ഹുഡ് ആണ്. മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ ആ ഏജിൽ, ചൈൽഡ്ഹുഡിൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. വളരെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസേ ഉള്ളൂ. പഠിക്കണം, കളിക്കണം, അത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ ആ ടൈമിൽ. അതർ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ പാരൻസ് ആണ്. അതുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാരും ചൈൽഡ്ഹുഡ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ദ ഗോൾഡൻ ഏജ് ഇൻ വൺസ് ലൈഫ് എന്ന് പറയാൻ കാരണം, മെജോറിറ്റി ആൾക്കാർ അത് ചൂസ് ചെയ്യാൻ കാരണം ഇതാണ്. പക്ഷെ അവിടെയും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, ഫോർ മീ ഇറ്റ്സ് നോട്ട് ചൈൽഡ്ഹുഡ്, എനിക്ക് ഈ കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാലഘട്ടം, അത് ഏതാണെന്ന് വെച്ചാൽ അത്. അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഇപ്പം എല്ലാവരും സംബന്ധിച്ചുമല്ല, എന്നാൽ മെജോറിറ്റി പറയുന്നത് ചൈൽഡ്ഹുഡ് ആണ് ബെസ്റ്റ് ടൈം. കോളേജ് ടൈമും കൂടി, കോളേജ് എഡ്യൂക്കേഷൻ ടൈമും കൂടി ഗോൾഡൻ ഏജ് ആയിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഗോൾഡൻ ഏജ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ടൈം. ബേർഡ്സ് ഐ വ്യൂ. എന്താണ് ആ ഇഡിയത്തിന്റെ അർത്ഥം? ജനറൽ വ്യൂ ഓഫ് എ ടോപ്പിക് ഓർ എ സിറ്റുവേഷൻ. ബേർഡ്സ് ഐ വ്യൂ. ഷീ ഓൾവേസ് കീപ്സ് എ ബേർഡ്സ് ഐ വ്യൂ ഇൻ കറന്റ് അഫയേഴ്സ്. അവൾക്ക് എപ്പോഴും ഒരു ബേർഡ്സ് ഐ വ്യൂ ഉണ്ട് എല്ലാ കാര്യത്തിലും. വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് us എന്നുള്ള ആ ഒരു കാര്യത്തിൽ അവൾക്ക് എപ്പോഴും അവളുടേതായ ഒരു ജനറൽ വ്യൂ ഉണ്ട്. അതെപ്പോഴും നല്ലതാണ്. ഇപ്പൊ നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ജനറൽ വ്യൂ. അതാണ് ബേർഡ്സ് ഐ വ്യൂ. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. സംതിങ് ഗുഡ് ദാറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഫസ്റ്റ്. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ്. ഉർവശി ശാപ ഉപകാരായി എന്നുള്ള ഒരു ടേം ഉണ്ട് മലയാളത്തിൽ. അതായത് നമുക്കത് ഒരു ശാപമായിട്ട് തോന്നുകയാണെങ്കിലും കൂടി കുറെ കഴിയുമ്പോൾ നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അതിലൂടെ വന്ന മാറ്റങ്ങൾ അത് എത്രത്തോളം വിജയപ്രദമായി, സക്സസ്ഫുൾ ആയിരുന്നു പിന്നീടുള്ള ലൈഫ് എന്നുള്ളത്. അങ്ങനെയുള്ള പല ഇൻസിഡന്റ് ചിലപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും, ഒരു ഇൻസിഡന്റ് എങ്കിലും ഉണ്ടാവും ജീവിതത്തിൽ. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയാൻ. സംതിങ് ഗുഡ് ദാറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഫസ്റ്റ് നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആഫ്റ്റർ സം ഇയേഴ്സ്, ആഫ്റ്റർ സം ടൈം നമ്മളത് മനസ്സിലാക്കും. അത് നല്ലൊരു ആ ഒരു കഷ്ടകാലം നേരിട്ട് അതിനെ തുടർന്നുള്ള കാലം, തുടർന്ന് വന്ന കാര്യങ്ങൾ എല്ലാം നല്ലതായിരുന്നു. ലോസിങ് ദ ഫസ്റ്റ് ജോബ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഇൻ ഹിസ് ലൈഫ് ബിക്കോസ് ആഫ്റ്റർ സം ടൈം he got a very good job in a reputed company. അപ്പോൾ ഫസ്റ്റ് ജോബ് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ എന്താണ് ഇത്ര കഷ്ടകാലമായി പോയല്ലോ, ഇതെന്താണ് നിന്റെ ജോലിയും പോയല്ലോ, ഫസ്റ്റ് കിട്ടിയ ജോലിയും പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം പിന്നീട് അവന് വളരെ നല്ലൊരു ജോലി കിട്ടാൻ ഇടവന്നു എന്ന് പറയുമ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. സംതിങ് ഗുഡ് ദാറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതൊരു ശാപോ അല്ലെങ്കിൽ ഒരു കഷ്ടകാലോ ഒരു പ്രോബ്ലം ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് നമുക്കത് അതിനെ തുടർന്ന് വന്ന ടേണിങ്സ് എല്ലാം വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ
അതിനെ ഫേസ് ചെയ്യാതെ പോകരുത്. അതിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരും, അതിനെ നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലൈഫ്. The ball is in your court. എന്താണ്? It's your decision. The ball is in your court എന്ന് വെച്ചാൽ ഇനി നീയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. Because the ball is in your court. We have informed our opinion on this matter. Now the ball is in your court എന്ന് പറയാം. ഇനി നീ തീരുമാനം. ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞു. Now the ball is in your court. അങ്ങനെയും ഒരു ഇഡിയമുണ്ട്. The ball is in your court. Hit the road. ഇതിപ്പോൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇഡിയമാണ്. കാരണം എന്താണ് ഹിറ്റ് ദ റോഡ് എന്ന് വെച്ചാൽ? ടു സ്റ്റാർട്ട് എ ജേർണി ആഫ്റ്റർ ദ എക്സാം വി ആർ ഗോയിങ് ടു ഹിറ്റ് ദ റോഡ് എന്ന് വെച്ചാൽ എക്സാമിന് ശേഷം ഞങ്ങൾ ഒരു ജേർണി തുടങ്ങാൻ പോവുകയാണ്. ആഫ്റ്റർ ദ എക്സാം വി ആർ ഗോയിങ് ടു ഹിറ്റ് ദ റോഡ്. അതുപോലെ തന്നെ ഹിറ്റ് ദ ബുക്സ് എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഹിറ്റ് ദ ബുക്സ് ടു സ്റ്റാർട്ട് സ്റ്റഡിങ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഇഡിയത്തിനെ മനസ്സിലാക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ആയാലും റിട്ടൺ ഇംഗ്ലീഷ് ആയാലും അത് ഉപയോഗപ്പെടുത്തുക.